പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് ഓതിയാൽ വമ്പൻ നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുകയാണ്. ഈ സൂറത്ത് എപ്പോഴും ഓതാം. വേറെ സൂറത്തൊന്നുമല്ല, സൂറത്തുൽ ഫാത്തിഹയാണ്. ഈ സൂറത്തുൽ ഫാത്തിഹ ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ഏത് വെള്ളിയാഴ്ച? ശവ്വാൽ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോട് കൂടി വരുന്നു. നാളെ വെള്ളിയാഴ്ച പകലാണ്. അപ്പൊ ഈ രാവിലും പകലിലൊക്കെയായി നമ്മൾ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന രൂപത്തിൽ ഓതിക്കഴിഞ്ഞാൽ വമ്പൻ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ, സിഹിർ, കണ്ണേറ്, കരിനാക്ക്, അതുപോലെ തന്നെ രോഗങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ എല്ലാത്തിനും തൊട്ടുള്ള കാവൽ അല്ലാഹു തആല തരും. എങ്ങനെ ഓതണം? ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന രൂപത്തിൽ ഓതണം. അതോടൊപ്പം തന്നെ സൂറത്തുൽ ഫാത്തിഹയിലുള്ള ഒരു വാചകം, ആ വാചകം നമ്മൾ നിത്യമായി പറയുന്നവരാണെങ്കിൽ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ നിലനിർത്തി തരും. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകൂല. അപ്പൊ ഏതാണ് ആ വാചകം? അതെപ്പോഴാണ് പറയേണ്ടത്? പിന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് നേട്ടങ്ങൾ, സൂറത്തുൽ ഫാത്തിഹ എങ്ങനെയാണ് ഓതേണ്ടത്, അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ ഈ ലോകത്തേക്ക് ഇറങ്ങിയപ്പോൾ ചില അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. വീഡിയോ അവസാനം വരെ കാണണേ. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറന്നു പോവണ്ട. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ദുആയിലൊക്കെ നമ്മളെയും ഉൾപ്പെടുത്തുക. എന്റെ ദുആയിലൊക്കെ നിങ്ങൾ എല്ലാവരും ഉണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കബൂലാക്കട്ടെ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പരിശുദ്ധമായ പരിപാവനമായ ശവ്വാൽ മാസം, ആ ശവ്വാൽ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് ഇന്നത്തെ മഗ്‌രിബോട് കൂടി നമ്മൾ കടക്കുകയാണ്. നാളെ ശവ്വാൽ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച പകൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിന്റെ പോരായ്മകൾ, കുറവുകൾ എല്ലാം പരിഹരിച്ച് റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും വിശുദ്ധമായ റമദാൻ, ആ റമദാനിൽ നമ്മൾ ആർജിച്ചെടുത്ത, ആ റമദാനിൽ നമ്മൾ കരസ്ഥമാക്കിയ, ആ റമദാനിൽ നമ്മളെ സ്വായത്തമാക്കിയ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. അതൊക്കെ അണമുറിയാതെ ഇനിയുള്ള ജീവിതകാലത്തിലും തുടർത്തിക്കൊണ്ടു പോവാനുള്ള തൗഫീഖ് പടച്ചവൻ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായി വിശുദ്ധമായ ഖുർആനും തിരു ഹദീസുകളൊക്കെ പരിചയപ്പെടുത്തിയ ആളാണ് ശപിക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹു തആല ഇബ്ലീസിന്റെ, പിശാചിന്റെ കെണിവലകളെ തൊട്ടും അവന്റെ ശർറ് ബലാ മുസീബത്തുകളെ തൊട്ടും നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ പിശാച്, ഇബ്ലീസ് 4 സന്ദർഭങ്ങളിലാണ് പൊട്ടിക്കരഞ്ഞത്. നമുക്കറിയാം. നമ്മൾ പലപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. 4 സമയത്ത് ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞു എന്നാണ്. ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശപിച്ചു. എപ്പോൾ ശപിച്ചു? മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ സുജൂദ് ചെയ്തില്ല. ഞാൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്, ആദമോ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ എന്തിന് മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന് സുജൂദ് ചെയ്യണം? ഇങ്ങനെ അഹങ്കാരത്തിന്റെ, ധിക്കാരത്തിന്റെ വാക്ക് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശപിച്ചു കളഞ്ഞു എന്നാണ്. അപ്പോൾ അവൻ അലറിക്കരഞ്ഞതാണ് അവൻ. രണ്ടാമതായി അവൻ കരഞ്ഞത്, ഈ ശപിക്കപ്പെട്ട ഇബ്ലീസ് അവൻ എന്തിനാണ് ഇനി സ്വർഗത്തിൽ? കാരണം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബീവിയും അതുപോലെ ഈ ഇബ്ലീസും ഒക്കെ എവിടെയായിരുന്നു? സ്വർഗത്തിലായിരുന്നു. അപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവ്വാ ഉമ്മയെയൊക്കെ വഴിതെറ്റിക്കാൻ, അവരെ കഴിക്കരുതെന്ന് പറഞ്ഞ ഒരു പഴം കഴിക്കാനുള്ള പ്രേരണ കൊടുത്ത് അങ്ങനെ മറ്റുള്ളവരെ മോശത്തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവം ഇബ്ലീസിന് അന്ന് തുടങ്ങിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അവൻ എന്ത് ചെയ്തു? അവനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കി. ആ സ്വർഗത്തിൽ നിന്നും ആട്ടി ഓടിച്ച സമയത്തും ഈ ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞു എന്നാണ്. മൂന്നാമതായി നമുക്ക് കാണാം, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നമ്മുടെ നേതാവാകുന്ന മുത്തു റസൂല് ജനിച്ച സമയത്ത് ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞു എന്നാണ്. കാരണം നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണല്ലോ ഈ ലോകം സൃഷ്ടിക്കാൻ അല്ലാഹു തആല കാരണമാക്കുന്നത്. അതുപോലെ തന്നെ ആ മുത്ത് റസൂല് വന്നത് കൊണ്ടാണല്ലോ ഇന്ന് ഇത്രയും അധികം മുസ്ലിമീങ്ങളും ഇസ്ലാമും ഖുർആനും ഒക്കെ ഇങ്ങനെ വ്യാപിക്കാനും ഇത്രയധികം കൂടാനും ഒക്കെ കാരണമായത്. അപ്പൊ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞ് അലറിക്കരഞ്ഞു എന്നാണ്. പിന്നെ 4ാമത്തെ ഒരു സമയമുണ്ട്, ഇബ്ലീസ് കരഞ്ഞ 4ാമത്തെ ഒരു സമയം. അതേതാണ് ആ സമയം എന്നറിയോ? വിശുദ്ധമായ ഖുർആനിലെ പ്രാരംഭ സൂറത്താകുന്ന സൂറത്തുൽ ഫാത്തിഹ നമ്മളൊക്കെ ഓതുന്നവരാണ്. സൂറത്തുൽ ഫാത്തിഹ, ആ സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോഴാണ് ഇബ്ലീസ് 4ാമതായി പൊട്ടിക്കരഞ്ഞതെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം.
സൂറത്തുൽ ഫാത്തിഹ. അത് വല്ലാത്തൊരു സൂറത്താണ്. നമുക്കൊക്കെ മനപ്പാടമുള്ള സൂറത്താണ് അല്ലെ? മനപ്പാടമില്ലേ? ഉണ്ട്. കാരണം ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ മുഴുവനും മനപ്പാടമാക്കണമെന്ന് നിയമമൊന്നുമില്ല. ഖുർആൻ മുഴുവനും മനപ്പാടമാക്കണം എന്നാലേ മുസ്ലിം ആകൂ, അങ്ങനെയൊന്നുമില്ല. അതുപോലെ തന്നെ ഖുർആനിന്റെ ഒരു ജുസു എങ്കിലും മനപ്പാടമാക്കണം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. മനപ്പാടമാക്കിയാൽ അത്രയും ഗുണങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരു മുസ്ലിമായ മനുഷ്യന് എന്തായാലും അവൻ പഠിച്ചിരിക്കേണ്ട, മനപ്പാടമാക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. കാരണം അവന്റെ 5 വഖത്ത് നമസ്കാരങ്ങൾ, നിർബന്ധമായ 5 വഖത്ത് നിസ്കാരം, അതല്ലാതെ അവൻ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ അവൻ ഓതിയിരിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. വേറെ ഏത് സൂറത്ത് ഓതിയിലും കുഴപ്പമില്ല, ഏത് സൂറത്ത് ഓതിയിലും കുഴപ്പമില്ല, സൂറത്തുൽ ഫാത്തിഹ അവൻ ഓതിയിരിക്കണം. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ അതൊരു മുസ്ലിമിന്റെ ആയുധമാണ്, അതവന്റെ നിധിയാണ്. ആ നിധി കളഞ്ഞു പോവാതെ സൂക്ഷിക്കണം, ഇതെപ്പോഴും മനസ്സിലുണ്ടാവണം. നമുക്കൊന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതിയാലോ? ഒന്നിച്ച് എല്ലാവരും ഓദിക്കേ. എപ്പോൾ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതിയാലും, നിസ്കാരത്തിലാവട്ടെ അതല്ലാത്ത സമയത്താവട്ടെ, എപ്പോൾ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതിയാലും എന്ത് പറയണം? അഊദു ഓതണം കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒരു ദിവസം 17 പ്രാവശ്യം ചുരുങ്ങിയത് നിർബന്ധമായും അവൻ ഓതിയിരിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അവന്റെ സുന്നത്തായ നിസ്കാരം, മയ്യിത്ത് നിസ്കാരം, പെരുന്നാൾ നിസ്കാരം, എല്ലാ നിസ്കാരത്തിലും, നിസ്കാരമാണോ അതിലൊക്കെ സൂറത്തുൽ ഫാത്തിഹ ഉണ്ട് അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ ഈ വൈകുന്നേരത്തെ ദിക്റിന്റെ മജ്ലിസ് ഉണ്ടല്ലോ, മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷമുള്ള നമ്മുടെ മജ്ലിസ്, ആ മജ്ലിസിൽ നമ്മൾ ദിക്റുകളൊക്കെ ചൊല്ലിയതിനു ശേഷം ദുആ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതാറുണ്ട് അല്ലെ? സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസ് ഒക്കെ ഓതിയിട്ടാണ് നമ്മൾ ദുആരക്കാറുള്ളത്. അപ്പൊ എന്തുകൊണ്ടും നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ അല്ലെ? വിശുദ്ധമായ ഖുർആനിന്റെ ആദ്യത്തെ സൂറത്താണ്, 7 ആയത്തുകളുള്ള സൂറത്താണ്. ഈ സൂറത്ത് മക്കയിലും നബിതങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട്, മദീനയിലും ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് പ്രത്യേകതകളുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. പലപ്പോഴും നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ നേട്ടങ്ങളും മഹത്വങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും പലർക്കും ഈ സൂറത്തുൽ ഫാത്തിഹ ഓതാൻ അറിയാം, പക്ഷെ ഏത് സമയത്തൊക്കെ സൂറത്തുൽ ഫാത്തിഹ ഓതണമെന്ന് അറിയില്ല. നിസ്കാരത്തിൽ ഓതുന്നുണ്ട്, പക്ഷെ നിസ്കാരത്തിൽ മാത്രമല്ല, ഒരുപാട് സമയത്ത് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതാം. ഒരുപാട് സമയത്ത് സൂറത്തുൽ ഫാത്തിഹ, ഫാത്തിഹ സൂറത്തിന് ഒരുപാട് പേരുകളുണ്ട്, ഉമ്മുൽ ഖുർആൻ, സൂറത്തുൽ ശിഫാ, സൂറത്തുൽ ഹംദ്, ഉമ്മുൽ കിതാബ്, ഫാത്തിഹത്തുൽ കിതാബ്, അതുപോലെ അസാസുൽ ഖുർആൻ, സൂറത്തുൽ കാഫിയ, സൂറത്തുൽ കൻസ്, സൂറത്തുൽ ദുആ, സൂറത്തുൽ സ്വലാ, ഇങ്ങനെ ഒരുപാട് പേരുകൾ ഈ സൂറത്തുൽ ഫാത്തിഹക്കുണ്ടെന്നാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ മൊത്തം 25 വാക്കുകളുണ്ട്, 130 അക്ഷരങ്ങളുണ്ട്. എന്താ ഇതിന്റെ പ്രത്യേകത? ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് കൈസർ രാജാവ്, റോമിലെ രാജാവ് ഒരു കത്തെഴുതി. എന്താ കത്ത്? ഉമർ തങ്ങൾക്ക് എഴുതുകയാണ്. എന്താണ്? ഇന്നാ നജിദു ഫിൽ ഇൻജീൽ മൻ ഖറഅ സൂറത്തൻ ഖാലിയതൻ അൻ സബഅതി അഹ്റുഫ്. ഞങ്ങളുടെ ഗ്രന്ഥമാകുന്ന ഇൻജീൽ, ആ ഇൻജീലിൽ ഞങ്ങൾ ഒരു വാചകം കണ്ടു, 7 അക്ഷരങ്ങളില്ലാത്ത ഒരു സൂറത്ത്. ആ സൂറത്ത് ഓതിയാൽ ഹറമല്ലാഹു ജസദഹു അലന്നാർ, അല്ലാഹു തആല അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. 7 അക്ഷരങ്ങളില്ലാത്ത ഒരു സൂറത്തുണ്ട്, ആ ഒരു അധ്യായമുണ്ട്. ആ അധ്യായം പാരായണം ചെയ്താൽ എന്ത് കിട്ടും? നരകമോചനം കിട്ടുമെന്ന് ഞങ്ങളുടെ ഒരു കിതാബിലുണ്ട്. ഞങ്ങളുടെ കിതാബാകുന്ന ഇൻജീൽ അത് മുഴുവനും പരതി നോക്കി, അങ്ങനെ ഒരു അധ്യായം ഞങ്ങൾ കണ്ടില്ല. പിന്നെയോ ഞങ്ങൾ ആ തൗറാത്ത് എടുത്ത് പരിശോധിച്ചു നോക്കി, അതിലും ഇങ്ങനെ ഒരു അധ്യായം ഞങ്ങൾ കണ്ടില്ല. ഇനി ഞങ്ങൾക്ക് പരിശോധിക്കാനുള്ളത് നിങ്ങളുടെ ഗ്രന്ഥമാകുന്ന ഖുർആനാണ്. ആ ഖുർആനിൽ ഏതെങ്കിലും ഒരു അധ്യായം, 114 സൂറത്തുകൾ ഉണ്ടല്ലോ, അധ്യായങ്ങളുണ്ട്, അതിൽ ഈ 7 അക്ഷരങ്ങൾ ഇല്ലാത്ത ഏതെങ്കിലും ഒരു സൂറത്ത് അധ്യായം ഉണ്ടോ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ഒരു കത്ത് കൈസർ രാജാവ് അയച്ചു. അപ്പോൾ ഉമർ തങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കി, തന്റെ കൂടെയുള്ള സ്വഹാബിമാരോട് ചോദിച്ചു, വിശുദ്ധമായ ഖുർആനിൽ 7 അക്ഷരങ്ങൾ ഇല്ലാത്ത ഏതെങ്കിലും സൂറത്തുണ്ടോ? ആ സമയത്ത് സ്വഹാബിമാര് പറഞ്ഞു,
ഉമർ തങ്ങളെ അങ്ങനെ ഒരു സൂറത്തില്ല. 7 അക്ഷരങ്ങൾ, ഇപ്പൊ ഫ ഇല്ലാത്ത സൂറത്ത്, മീം ഇല്ലാത്ത സൂറത്ത്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഈ 7 അക്ഷരങ്ങൾ ഇല്ലാത്തൊരു സൂറത്ത് നമുക്ക് കാണാൻ പറ്റൂല. പക്ഷേ ആ സമയത്ത് ഒരു സ്വഹാബി എഴുന്നേറ്റു. ആ സ്വഹാബി എഴുന്നേറ്റിട്ട് പറഞ്ഞു, വിശുദ്ധമായ ഖുർആനിൽ 7 അക്ഷരങ്ങളില്ലാത്ത ഒരു സൂറത്തുണ്ട്. ഏതാണ് ആ സൂറത്ത്? അത് സൂറത്തുൽ ഫാത്തിഹയാണ്. ഏതൊക്കെ അക്ഷരങ്ങൾ? സാ, ഖാ, ളാദ്, സാ, ജീം, ഷീൻ, ഫ. ഈ 7 അക്ഷരങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിൽ ഇല്ല. എന്താ ഈ 7 അക്ഷരത്തിന്റെ പ്രത്യേകത? ഈ 7 അക്ഷരങ്ങളും അള്ളാഹുവിന്റെ കോപത്തെ അറിയിക്കുന്ന അക്ഷരങ്ങളാണ്. അള്ളാഹുവിന്റെ ദേഷ്യം, കോപം, അതിനെ അറിയിക്കുന്ന അക്ഷരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ഓതുന്നവർക്ക് അള്ളാഹുവിന്റെ കോപത്തെ തൊട്ട്, അള്ളാഹുവിന്റെ ദേഷ്യത്തെ തൊട്ടുള്ള കാവൽ കിട്ടുമെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തിരിച്ച് കത്തെഴുതി, ഈ ഖുർആനിൽ ഇങ്ങനെ ഒരു സൂറത്തുണ്ട്, ഈ പറയപ്പെട്ട 7 അക്ഷരങ്ങളും അതിലില്ല. ആ സമയത്ത് ആ ഒരു കത്ത് കിട്ടിയ ഉടൻ തന്നെ ഈ കൈസർ രാജാവ് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാവാറുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ തന്നെ ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദെ പ്രത്യേകം ദുആരക്കണം, എന്റെ മോള് 3 മാസം ഗർഭിണിയാണ്. അപ്പോ ഈ ഗർഭിണിയാകുന്ന സമയത്ത് ഛർദി ഉണ്ടാവുമല്ലോ. പക്ഷെ ഇത് ഡോക്ടർമാരോട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് സാധാരണ ഗർഭിണികൾക്കുണ്ടാകുന്ന ഛർദിയല്ല, ഇത് രക്തത്തോടൊപ്പമുള്ള ഛർദിയാണ്. ഇത് കുട്ടിക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റും എന്നുള്ള തരത്തിൽ അവരൊരു ഭയപ്പെടുത്തുന്ന തരത്തിലാണ് സംസാരിച്ചത്. എന്ത് ചെയ്യണമെന്നറിയില്ല, ഉസ്താദ് പ്രത്യേകം ദുആരക്കണം എന്ന് ഒരു സഹോദരൻ പറഞ്ഞു. അല്ലാഹു തആല ആ സഹോദരിക്ക് പരിപൂർണമായ ആഫിയത്തും ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ നമ്മുടെ ഭാര്യമാര്, അതുപോലെ നമ്മുടെ മരുമക്കള്, നമ്മുടെ പേരക്കുട്ടികള്, നമ്മുടെ മക്കള്, അവരിൽ പലരും വിശേഷമുള്ളവരുണ്ടാവും, ഗർഭിണികളായ ആളുകൾ ഉണ്ടാകും. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഞാനൊന്ന് പറഞ്ഞു തരാം. അങ്ങനെ ഗർഭിണികളായ സഹോദരിമാര് എല്ലാ ദിവസവും മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം അവരുടെ 2 കൈയും, 2 ഉള്ളം കൈ ഉണ്ടല്ലോ, ആ 2 ഉള്ളം കൈയും വയറിൽ വെക്കുക. വയറിൽ ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യണം? 3 വട്ടം സൂറത്തുൽ ഫാത്തിഹ ഓതണം. ആ കൈ ഇങ്ങനെ വെച്ചിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അങ്ങനെ എന്ത് ചെയ്യണം? ഈ 2 കൈയും ഈ വയറ്റിൽ വെച്ചിട്ട് 3 വട്ടം സൂറത്തുൽ ഫാത്തിഹ ഓതണം. ഇത് നിങ്ങൾ മുടങ്ങാതെ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം നിങ്ങളത് കൃത്യമായി ചെയ്താൽ. അതുപോലെ തന്നെ സൂറത്തുൽ ഇൻഷിഖാഖ് എന്ന് പറയുന്ന സൂറത്തുണ്ട്. ഇദസ് സമാഉൻ ഷഖ്ഖത് വഅദിനത് ലിറബ്ബിഹാ വഹുഖ്ഖത് എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട് ഖുർആനിൽ. ആ സൂറത്തും എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷം ഓതണം. എന്തിനാ? ഈ കുട്ടിക്ക് അംഗവൈകല്യം, അല്ലെങ്കിൽ എന്താണ് ഓട്ടിസം, അല്ലെങ്കിൽ എന്താണ് ഫിക്സ് വരിക, അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാനും കുട്ടിക്ക് വയറ്റിൽ ഒരു പ്രയാസവും ഇല്ലാതിരിക്കാനും ഒക്കെയുള്ള ഒരു സൂറത്താണ് സൂറത്ത് ഇൻഷിഖാഖ്. മാത്രമല്ല പ്രസവ സംബന്ധമായ പ്രയാസങ്ങളൊക്കെ മാറാനും ഈ സൂറത്ത് നല്ലതാണ്. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഗർഭിണികളായ സഹോദരിമാർ ഇങ്ങനെ ഓതാൻ മറന്നു പോകരുത്. പിന്നെ നമ്മുടെ കുട്ടികൾക്കോ നമുക്കോ ഒക്കെ തന്നെ ഒരുപാട് അസ്വസ്ഥതകളും വിഷമങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും രോഗം വന്നാലും പ്രയാസം വന്നാലും എന്ത് ചെയ്യണം? നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതണം. സൂറത്തുൽ ഫാത്തിഹ 1 വട്ടം ഓതുക. സൂറത്ത് ഫാത്തിഹ ഓതിയതിനു ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്, സൂറത്തുൽ ഇഖ്ലാസ് 3 വട്ടം, സൂറത്തുൽ ഫലക് 1 വട്ടം, സൂറത്തുൻ നാസ് 1 വട്ടം അത് ഓതി ഒരു ആയത്തുൽ കുർസിയും ഓതിയിട്ട് നമ്മുടെ 2 കൈയിലേക്കും ഇശ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തെ തടവുക. ഇതെല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയാൽ വലിയ ഖൈറാൻ. പ്രത്യേകിച്ച് നമസ്കാരങ്ങൾക്ക് ശേഷം, പ്രത്യേകിച്ച് നാളെ വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ജുമഅക്ക് ശേഷം ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്. വെള്ളിയാഴ്ച ജുമഅക്ക് ശേഷം മഹത്തുക്കൾ പറയുന്നത് 7 വട്ടം എന്നാണ്. 7 വട്ടം സൂറത്തുൽ ഫാത്തിഹ, 7 വട്ടം ആയത്തുൽ കുർസി, 7 വട്ടം സൂറത്തുൽ ഇഖ്ലാസ്, 7 വട്ടം സൂറത്തുൽ ഫലക്, 7 വട്ടം സൂറത്തുൻ നാസ്. അപ്പോൾ ഈ 5 കാര്യങ്ങളും 7 വട്ടം വീതം പറഞ്ഞ് നമ്മൾ ഇശ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് നമ്മുടെ കയ്യിലേക്ക് ഊതി ശരീരത്ത് മൊത്തം തടവിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഫി അമാനില്ലാഹ്, അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ ഉണ്ടാകും. ഒരു രോഗമുണ്ടാവില്ല, പ്രയാസമുണ്ടാവില്ല, ബുദ്ധിമുട്ടുണ്ടാവില്ല, കച്ചവടത്തിൽ നഷ്ടമുണ്ടാവില്ല. അപ്പൊ ഒന്ന് ചെയ്തു നോക്ക്. പലർക്കും ഇത് ചെയ്യാൻ മടിയാണ്. കാരണം 1-2 പ്രാവശ്യം ഓതാൻ കുഴപ്പമില്ല. ഇത് 7 വട്ടം സൂറത്തുൽ ഫാത്തിഹ ഓതണ്ടേ, 7 വട്ടം ആയത്തുൽ കുർസി ഓതണ്ടേ. അതുകൊണ്ട് പ്രയാസം മറന്ന് പലരും ഇത് ഉപേക്ഷിക്കാറാണ്. ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കി, ഇൻഷാ അല്ലാഹ് വലിയ നന്മ ഉണ്ടാകും. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ അത് നമ്മളെ നരകമോചനം നമുക്ക് വാങ്ങിച്ചു തരുന്ന ഒരു സൂറത്താണ്. സൂറത്തുൽ ഫാത്തിഹയുടെ നേട്ടങ്ങൾ പറഞ്ഞാൽ റബ്ബേ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, നാളെ വെള്ളിയാഴ്ച പകൽ. സൂറത്തുൽ ഫാത്തിഹ നമുക്ക് എന്ത് ചെയ്യാം? അതൊരു ദിക്റായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലൊരു മുറാദുണ്ട്, ഒരു ആവശ്യമുണ്ട്, ആ ആവശ്യം നിറവേറ്റി കിട്ടാൻ ഇൻഷാ അല്ലാഹ് ഞാനൊരു 33 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതുന്നു എന്ന് മനസ്സിൽ കരുതിയിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതാം. 33 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഞാൻ ഓതി ദുആരക്കുന്നു.
എൻ്റെ ആ ഹലാലായ മുറാദ് ഹാസിലാവാൻ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതാം. എത്രയോ നേട്ടങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹക്ക്. എത്രയോ നമ്മുടെ നാട്ടിൽ വലിയ അദാബുകളൊക്കെ അല്ലാഹു തആല തട്ടിക്കളയുന്നത് ഒരുപക്ഷെ സൂറത്തുൽ ഫാത്തിഹ കൊണ്ടായിരിക്കാം. നമുക്കറിയില്ല, ഇപ്പോ മ്യാൻമറിലും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഭൂകമ്പമൊക്കെ ഉണ്ടായല്ലോ. ലോകത്തിന്റെ പല സ്ഥലത്തും പല പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആപത്തും മുസീബത്തൊക്കെ ഒരുപക്ഷെ പടച്ചോൻ വിധിച്ചിട്ടുണ്ടായിരിക്കാം. അതൊക്കെ തട്ടിമാറ്റപ്പെടുന്നത്, അതൊന്നും വരാത്തത് നമ്മളിൽപ്പെട്ട ആരെങ്കിലും ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ ഒക്കെ ഗുണം കൊണ്ടായിരിക്കാം. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ എന്ത് ചെയ്യണം? നിത്യമായി നമ്മൾ കൃത്യമായി ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല സൂറത്തുൽ ഫാത്തിഹയിലെ രണ്ടാമത്തെ ആയത്താകുന്ന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ആ ഒരു വാക്കുണ്ടല്ലോ, അത് വല്ലാത്തൊരു വാക്കാണ്. നമ്മളെപ്പോ നമ്മുടെ മക്കളെ കാണുമ്പോൾ, നമ്മുടെ വീട് കാണുമ്പോൾ, നമ്മുടെ വാഹനം കാണുമ്പോൾ, വാഹനമൊക്കെ ചെറിയ വാഹനം, ചെറിയ കാറായിരിക്കും, അല്ലെങ്കിൽ സ്കൂട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് സൈക്കിൾ ആയിരിക്കും, എന്തുമാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ കാണുമ്പോൾ, നമ്മുടെ ഭർത്താവിനെ കാണുമ്പോൾ, നമ്മുടെ ഭാര്യയെ കാണുമ്പോൾ, ഇതൊക്കെ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള നിഅമത്തുകളാണ്, അനുഗ്രഹങ്ങളാണ്. അപ്പൊ ഈ നിഅമത്തുകളൊക്കെ നിലനിൽക്കാനും ഇതൊന്നും നഷ്ടപ്പെട്ടു പോവാതിരിക്കാനും എന്ത് ചെയ്യണം? നമുക്ക് അള്ളാഹു തന്നിട്ട്, ഇപ്പൊ നമ്മുടെ വീട് നമ്മളിങ്ങനെ കാണുമ്പോൾ, നമ്മുടെ മക്കൾ ഇങ്ങനെ ഓടി വരുന്നത് കാണുമ്പോൾ, നമ്മൾ മക്കളെ അവിടെ ഇരുന്ന് കളിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഭാര്യയുമായിട്ട് സംസാരിക്കുമ്പോൾ, ഭാര്യ ഭർത്താവുമായി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ, ഇതൊക്കെ നമ്മൾ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള നിഅമത്താണ്. ഈ സമയത്തൊക്കെ ഈ സൂറത്തുൽ ഫാത്തിഹയുടെ രണ്ടാമത്തെ ആയത്ത് ഏതാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വെറുതെ അൽഹംദുലില്ലാ എന്ന് പറയലല്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് മനസ്സിൽ തട്ടി പറഞ്ഞാൽ എന്താണ്? ആ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള നിഅമത്ത് കുറച്ചു കളയില്ല, അത് അധികരിപ്പിച്ചു തരും. മാത്രമല്ല അത് നിലനിന്ന് കിട്ടാനും അത് കാരണമാണ്. അപ്പോ സൂറത്തുൽ ഫാത്തിഹക്ക് ഇനിയുണ്ട് ട്ടോ, ഒരുപാട് നേട്ടങ്ങൾ പറയാനുണ്ട്. ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. അപ്പൊ അൽഹംദുലില്ലാ എന്നുള്ള വാക്ക്, അതിന്റെ നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. റബ്ബേ, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാവാൻ, അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങൾ മാറാൻ, പ്രശ്നങ്ങൾ മാറാൻ, സങ്കടങ്ങൾ മാറാൻ, പിന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി, അല്ലെ, മരണപ്പെട്ട ഉമ്മ വാപ്പ, അല്ലെ, ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, നാളെ വെള്ളിയാഴ്ച പകലാണ്. അപ്പോ സഹോദരിമാരും ഉമ്മമാരെന്ത് ചെയ്യുക? ഒരു 33 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ എൻ്റെ ഉമ്മച്ചിക്ക് വേണ്ടി, എൻ്റെ വാപ്പച്ചിക്ക് വേണ്ടി, മരണപ്പെട്ട ഭർത്താവിന് വേണ്ടി, ഭാര്യമാർക്ക് വേണ്ടി, അങ്ങനെ ആരൊക്കെ മരണപ്പെട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ഹളറത്തിലേക്ക് ഒരു 33 പ്രാവശ്യം, അല്ലെങ്കിൽ ഒരു 11 വട്ടം, അല്ലെങ്കിൽ ഒരു 15 വട്ടം നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുക. എന്നിട്ട് അവരിലേക്ക് ദുആ രക്കുക. അല്ലാഹുവേ, ഞാൻ ഓതിയ സൂറത്തുൽ ഫാത്തിഹയുടെ പ്രതിഫലം അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അത് വലിയൊരു സന്തോഷമായിരിക്കും മരണപ്പെട്ടവർക്ക്. നമ്മളൊക്കെ മരിക്കാനുള്ളവരാണ്. നമ്മളൊക്കെ മരിച്ചിങ്ങനെ ഖബറിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി യാസീൻ ഓതണോ, നമുക്ക് വേണ്ടി ദ്വാരക്കണോ? അപ്പൊ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്കും വേണ്ടി ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് വേണ്ടി അങ്ങനെ ചെയ്യാൻ നമ്മുടെ മക്കളെയും നമ്മുടെ പിൻഗാമികളെയും ഏൽപ്പിക്കുന്നതാണ്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം വളരെ ചുരുക്കിയാണ് പറഞ്ഞത്, ഒരുപാട് നേട്ടമുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ജുമാ നിസ്കാരത്തിന് ശേഷം പുരുഷന്മാർ പള്ളിയിൽ ഇരുന്നിട്ടോ, അല്ലെങ്കിൽ നമ്മൾ കടയിലേക്ക് വരുമ്പോഴോ സൗകര്യമുള്ളപ്പോൾ, അതുപോലെ തന്നെ ഉമ്മമാര് നാളെ ജുമഅക്ക് ശേഷം ഇൻഷാ അല്ലാഹ് ഒരു 7 വട്ടം സൂറത്തുൽ ഫാത്തിഹ, 7 വട്ടം ആയത്തുൽ കുർസി, 7 വട്ടം സൂറത്തുൽ ഇഖ്ലാസ്, 7 വട്ടം സൂറത്തുൽ ഫലക്, 7 വട്ടം സൂറത്തുൻ നാസ്, ഇത് ഓതിയിട്ട് എന്ത് ചെയ്യുക? നല്ലവണ്ണം ദുആരക്കുക. അടുത്ത വെള്ളിയാഴ്ച വരെ അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്കുണ്ടാകും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ ഫാത്തിഹ അത് നിസ്കാരത്തിൽ മാത്രമല്ല എപ്പോഴും ഓതാൻ പറ്റിയതാണ്. അത് നിത്യമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതോടൊപ്പം തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആ ഒരു പുണ്യമായ വചനം അത് പറയുന്നവരുടെ കൂട്ടത്തിൽ, അത് പറയുമ്പോൾ നമുക്ക് അള്ളാഹു തആല നമുക്ക് തന്നിട്ടുള്ള നിഅമത്ത് അധികരിപ്പിച്ചു തരുമെന്നാണ്. അള്ളാഹു തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. വെള്ളിയാഴ്ച രാവാണ്, നാളെ പകൽ വരികയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നല്ലവണ്ണം ദുആരക്കുക. എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആരക്കുക. പ്രത്യേകിച്ച് ഫലസ്തീനിലെ, ഗസയിലെ, അവിടെയുള്ള പാവപ്പെട്ട മുഅ്മിനീങ്ങൾ ഒരുപാട് പ്രയാസത്തിൽ, സങ്കടത്തിൽ, അവർക്കൊക്കെ വേണ്ടി ദുആരക്കണം. അതുപോലെ തന്നെ നമ്മുടെ മരണപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ ദുആരക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ. പടച്ചവനെ, ഈ ഓരോ വീഡിയോകൾക്ക് താഴെയും എത്രയോ കമന്റുകളാണ്. ഉസ്താദ് പ്രത്യേകം ദുആരക്കണേ, ഞങ്ങളുടെ ഹലാലായ മുറാദ് ഹാസിലാവാൻ, വിഷമങ്ങൾ മാറാൻ, കടങ്ങൾ മാറാൻ, അതുപോലെ തന്നെ രോഗങ്ങൾ മാറാൻ. അള്ളാഹു ആരൊക്കെ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട് പടച്ചവനെ, അവരുടെയൊക്കെ മനസ്സ് നീ അറിയുന്നവനാണ്. എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ തരണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങൾക്ക് കഴിഞ്ഞുപോയ റമദാൻ അത് അനുകൂലമാക്കണേ അല്ലാ. ഇനിയും റമദാനുകളെ സ്വീകരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.